ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൻ്റെ വിളക്കുപാറയിലുള്ള തോട്ടത്തിനകത്ത് വെച്ചാണ്. നമ്മൾ ഓയിൽ പാമാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഓയിൽ പാമിൻ്റെ വലിയൊരു തോട്ടം. ഞാനും എൻ്റെ സുഹൃത്ത് വൈശാഖണ്ണനും കൂടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. പുള്ളി ഇതൊക്കെ കണ്ട ആവേശം മൊത്തം മരത്തിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കുകയാണ്. പുള്ളിയുടെ വീടിനടുത്ത് തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഇവിടെ നന്നായിട്ട് അറിയാം. മരത്തിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കുകയാണ് ആവേശം മൊത്തിട്ട്. നല്ല പ്രകൃതി സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന നല്ലൊരു എസ്റ്റേറ്റാണിത്. നല്ല കാടും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് അരുവികളും അതിൻ്റെ കൂടെ തന്നെ നല്ല എണ്ണപ്പന തോട്ടങ്ങളൊക്കെ. ഇവിടുന്ന് സ്റ്റാർട്ടിംഗ് ആണ്. ഇവിടുന്ന് അങ്ങോട്ട് എണ്ണപ്പനയാണ്. നമ്മൾ ഇവിടുന്നാണ് വീഡിയോ തുടങ്ങുന്നത്. അതുകൊണ്ട് ഒരാളിവിടെ മരത്തിൻ്റെ മണ്ടലൊക്കെ കയറി നല്ല ആവേശം പുളകുന്നതിന് നിൽപ്പുണ്ട്. ഈ ശബ്ദം കേൾക്കുന്നത് താഴെ കൂടെ ചെറിയൊരു അരുവി വരുന്നുണ്ട്. ആ അരുവിയുടെ ശബ്ദമാണ് ഈ കേൾക്കുന്നത്. ഒരു കാടിൻ്റേതായ എല്ലാവിധ സൗന്ദര്യവും ഇവിടെ ഉണ്ട്. കൊള്ളാം, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. എണ്ണപ്പന തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതാണ് ഓയിൽ പാം. ഇവിടെ എല്ലാം ഓയിൽ പാമിൻ്റെ കുരുക്കൾ ഇങ്ങനെ വീണ് കിടപ്പുണ്ട്. ഇതിൻ്റെ മൂട്ടിലെല്ലാം കിടപ്പുണ്ട്. ഇതിൽ നിന്നാണ് പാം ഓയിൽ വേർതിരിച്ചെടുക്കുന്നത്. ഇത് 1977 ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ഇവിടെ വിളക്കുപാറ എന്ന സ്ഥലമാണ്. കൊല്ലം കുളത്തൂപ്പുഴയ്ക്ക് അടുത്തുള്ള വിളക്കുപാറ എന്നുള്ള സ്ഥലത്താണ് ഇത് നിൽക്കുന്നത്. ഇത് ഏകദേശം 3 സ്ഥലങ്ങളിലായിട്ട് ചിതറി കിടക്കുന്നുണ്ട്. ചിതറ എന്ന് പറയുന്ന സ്ഥലം, പിന്നെ കുളത്തൂപ്പുഴ, പിന്നെ ഏരൂര്, ഇങ്ങനെ ഒരു 3 സ്ഥലത്തായിട്ടാണ് ഇത് പടർന്നു നിൽക്കുന്നത്. ഇത് ഏകദേശം 12 കോടിയോളം മുതൽ മുടക്കിലാണ് 1977 തന്നെ ഇവരിത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓയിൽ പാമാണ്. ഇത് ഏകദേശം 1 ഹെക്ടറിൽ നിന്ന് 5 ടണ്ണ് ഓയിൽ നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കൊമേഴ്ഷ്യലി ഇത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. മറ്റുള്ള സീഡ്സിൻ്റെ ഇപ്പോൾ ഗ്രൗണ്ട് നട്ടിൽ നിന്നൊക്കെയുള്ള ഓയിലൊക്കെ ആണെങ്കിൽ ഏകദേശം 1 ടണ്ണ് 1 ഹെക്ടറിൽ നിന്ന് കിട്ടത്തുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇത് 5 ടണ്ണ്, 3 മുതൽ 5 ടണ്ണ് 1 ഹെക്ടറിൽ നിന്ന് കിട്ടുമെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് കൊമേഴ്ഷ്യലി ഭയങ്കര ലാഭമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇത് ഓയിൽ പാമിൻ്റെ ഒരു കുരുവാണ്, ഇവിടെ തറയിൽ കിടന്ന് കിട്ടിയാണ്. കടിക്കുമ്പം തന്നെ നല്ല ഓയിലാണ് കേട്ടോ. ഇതിൻ്റെ തൊലിയിൽ വരെ ഓയിലാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഇത്രയധികം ഓയിൽ കിട്ടുന്നത്. 1977 സ്ഥാപിച്ച ഈ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഈ വിളക്കുപാറയിലുള്ള ഈ ഒരു എസ്റ്റേറ്റ് 1983 ഗവൺമെൻറ്റുമായിട്ട് ടൈപ്പ് ഉണ്ടായി. ഇപ്പോൾ ഏകദേശം 1000-ഓളം തൊഴിലാളികൾ ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ ഈ കണ്ടോ, ഇതുപോലത്തെ വലിയ വലിയ കൊലകളാണ് നമ്മൾ ഈ ഓയിൽ പാമിൽ നിന്ന് വീഴുന്നത്. ഓയിൽ പാമിൻ്റെ ചുവട്ടി വീണ് കിടക്കുകയാണ്. ഇതുപോലത്തെ വലിയ വലിയ കൊലകളാണ്. ഇതിൽ നിന്നാണ് ഇവർ സംസ്കരിച്ചിട്ട് ഇതിൻ്റെ മെഷീനറീസൊക്കെ വിളക്കുപാറ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള അവരുടെ തന്നെ ഫാക്ടറിയിലാണുള്ളത്. ഇത് വെച്ചിട്ട് ഇവർ പ്രോസസ്സ് ചെയ്ത് പാം ഓയിൽ ഉണ്ടാക്കിയെടുക്കും. ഈ കാണുന്ന ഈ കൊലകളിൽ നിന്നാണ് പാം ഓയിൽ ഉണ്ടാക്കുന്നത്. നല്ല കളർഫുള്ളാണ്. അതുപോലെ തന്നെ ധാരാളം ഓയിലും കിട്ടും. കൊമേഴ്ഷ്യലി നല്ല ലാഭവുമാണ്, നല്ല കളർഫുള്ളുമാണ്. ഇതുപോലത്തെ ഒരു ലോറി നിറച്ച് സാധനങ്ങൾ, ഇതുപോലത്തെ ഈ കൊലകൾ ഇങ്ങനെ ലോറി നിറച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് കാണാൻ നല്ല രസമായിരിക്കും. ഇതാ ഈ എണ്ണപ്പനയിൽ നിന്ന് താഴെ വീണ കൊലകളാണിത്. ഇതുപോലത്തെ ഒരുപാട് മരങ്ങൾ ഈ എസ്റ്റേറ്റിലുണ്ട്. ഈ ഓയിൽ പാമിൻ്റെ ഇലയൊക്കെ കണ്ടിട്ട് നമ്മുടെ ഓലമടലിൻ്റെ തെങ്ങിൻ്റെ ഓലമടൽ പോലെ തന്നെ ഉണ്ട്. അതുപോലൊക്കെ തന്നെ ഇരിക്കുന്നു. പക്ഷെ പച്ചില കാണുമ്പോൾ വ്യത്യാസമുണ്ട്. പക്ഷെ ഉണക്കയില കാണുമ്പോൾ ഇത് നമ്മുടെ സാധാരണ ഓല പോലെ തന്നെ ഇരിക്കുന്നു. ഈ ഉണക്കയില ഇങ്ങനെ തൊടാനും പിടിക്കാനൊക്കെ കൊള്ളാം. പക്ഷേ പച്ചിലയിൽ എങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ പണി പാളും. കാരണം അതിനകത്ത് മുള്ളുണ്ട്. പച്ചിലക്കകത്ത് നല്ല മുള്ളുണ്ട്. പക്ഷെ ഉണക്കയില ആകുമ്പോഴത്തേന് ഇത് നമ്മുടെ സാധാരണ നമ്മുടെ തെങ്ങിൻ്റെ ഇല പോലെ തന്നെ കൊള്ളാം, ടേസ്റ്റുണ്ട്. കഴിച്ചു കഴിഞ്ഞാൽ കൈ മൊത്തം കളറാവും, പിന്നെ എണ്ണയാവും. എന്തായാലും ഇവിടുന്നുള്ള അരുവിയിൽ തന്നെ, ഇവിടെയുള്ള അരുവിയിൽ തന്നെ നമുക്കിത് കഴിയും.
പുൽത്തകടി പോലത്തെ സ്ഥലങ്ങളാണ്. നല്ല രസമാണ് കാണാൻ. ഈ എണ്ണപ്പനയും ഈ പുൽത്തകടിയും കൂടെ ചേർന്ന് നല്ല ഗ്രീൻ കളറാണ്. നല്ല രസമാണ് കാണാൻ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പാറയുണ്ട്. ഈ പാറയുടെ പുറത്തൊക്കെ ഇരിക്കാം. നല്ല രസമുണ്ട്. സമയം കളയാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. സമയം നല്ല എൻജോയ് ചെയ്ത് ചിലവാക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങൾ, വലിയ വലിയ സ്ഥലങ്ങളൊന്നുമല്ല, നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ സ്ഥലങ്ങൾ, നമ്മുടെ അടുത്തേക്കുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഇനിയും നമ്മൾ ഈ ചാനലിലൂടെ പുറത്തേക്ക് വിടുന്നതായിരിക്കും. നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.